വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടു. CMDRFിലേക്ക് വലിയ സംഭാവനകൾ ഇന്നും വിവിധ കോണുകളിൽ മനുഷ്യസ്നേഹികളായ ആളുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. CMDRFുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കണക്കുകളിലേക്ക് സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നു. അസിത, എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വയനാടിനെ ചേർത്ത് പിടിക്കാമെന്ന തരത്തിൽ നിരവധി ആളുകളാണ് തങ്ങളാൽ കഴിയുന്ന തുക സംഭാവന ചെയ്യുന്നത്. നിരവധി ആളുകൾ ദിനംപ്രതി ഇത്തരത്തിലുള്ള സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഇന്നെന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ 3 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ യെസ് ഭാരത് വെഡ്ഡിംഗ് കളക്ഷൻ 1 കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മുൻ മന്ത്രിയും VIT യൂണിവേഴ്സിറ്റി ഫൗണ്ടർ ചാൻസലറുമായ G വിശ്വനാഥൻ അദ്ദേഹം 1 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഒപ്പം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 50 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് സംഭാവന ചെയ്തിട്ടുള്ളത്. രാംരാജ് കോട്ടൻ 25 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 25 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. ഈ തുക യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാന്റെ 1 മാസത്തെ അലവൻസ്, അതിനൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ, ജില്ലാ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കോർഡിനേറ്റർമാർ, അവളിടം ക്ലബ്ബ് സംസ്ഥാന ജില്ലാ കോർഡിനേറ്റർമാർ, ടീം കേരള സംസ്ഥാന കോർഡിനേറ്റർ എന്നിവരുടെ അലവൻസും ഒപ്പം ജീവനക്കാരുടെ വിഹിതവും ചേർത്താണ് ഈ തുക സമാഹരിച്ചിട്ടുള്ളത്. അതിനൊപ്പം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 20 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള സോഷ്യൽ സെന്റർ അബുദാബി 10 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ, ഒപ്പം മീനാക്ഷി മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മധുര 10 ലക്ഷം രൂപ, ഏനാന്തി മംഗലം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ, ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം രൂപ, പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമായ ലക്ഷ്മി നായർ P അവർ 5 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒപ്പം ചലച്ചിത്ര താരം ജയറാം 5 ലക്ഷം രൂപ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം 2,57,750 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒപ്പം ഡോക്ടർ KM തോമസും മകൾ സൂസൻ തോമസും ചേർന്ന് 2 ലക്ഷം രൂപ, ഒപ്പം ഡോക്ടർ KM മാത്യു 1 ലക്ഷം രൂപ, കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക അവർ 2,47,600 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് 2 ലക്ഷം രൂപ, കവി ശ്രീകുമാരൻ തമ്പി 1 ലക്ഷം രൂപ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ അവർ 1 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ MC ദത്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മെന്ററാണ്, അവർ 1 ലക്ഷം രൂപയാണ് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദ് 1 ലക്ഷം രൂപ, ഇടുക്കി കളക്ടർ V. വിഘ്നേശ്വരി, എറണാകുളം കളക്ടർ NS K. ഉമേഷ് എന്നിവർ ചേർന്ന് 1 ലക്ഷം രൂപ, കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ 1,87,000 രൂപ, ഒപ്പം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ K. രവിരാമൻ 1 ലക്ഷം രൂപ, തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അദ്ദേഹം 98,445 രൂപ, മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ജീവനക്കാരുടെ വിഹിതം അത് 1 ലക്ഷം രൂപ, അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നന്ദൻകോട് വയലിൽ വീട്ടിൽ ജയകുമാരി T. അവർ 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരം സ്വദേശിയും റിട്ടയർഡ് LIC ഉദ്യോഗസ്ഥനുമായ ഭാസ്കര പിള്ള 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ലിവർപൂൾ ഫാൻസ് വാട്സപ്പ് കൂട്ടായ്മ 80,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒപ്പം ഹാർബർ LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് 75,000 രൂപ, ഒപ്പം ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ 7ാമത് ബാച്ച് തണ്ടർ ബോൾട്ട് കമാൻഡോസ് 56,000 രൂപയും, ഒപ്പം വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് 55,000 രൂപയും, അതിനൊപ്പം തന്നെ മുൻ MLA KE ഇസ്മയിൽ അദ്ദേഹം 50,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒപ്പം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അദ്ദേഹവും 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കവടിയ റെസിഡൻസ് അസോസിയേഷന്റെ വനിതാ കൂട്ടായ്മ, ഈ കൂട്ടായ്മ 50,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തൃശൂർ സ്വദേശി ഡോക്ടർ കവിത മുകേഷ് 25,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം കരിക്കകത്തെ കിടപ്പു രോഗിയായ പൂന്തോപ്പിൽ വീട്ടിലെ J. രാജമ്മ അവരുടെ പെൻഷൻ തുകയായ 25,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി പ്രഖ്യാപിച്ച അദ്ദേഹം 5 കോടി രൂപയാണ്
ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രഖ്യാപിച്ച ധനസഹായം ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ MA നിഷാദ്, ഒപ്പം റീജിയണൽ ഡയറക്ടർ ജോയി ഷഡാനന്ദൻ എന്നിവർ ചേർന്ന് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുകയുണ്ടായി. ഇത്തരത്തിൽ നിരവധിയായ ആളുകളാണ് പെൻഷൻ തുകയും ഒപ്പം ഈ കുടുക്ക പൊട്ടിച്ചുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുകകൾ കൈമാറുന്ന കാഴ്ചകളാണ് ദിനംപ്രതി നമ്മൾ കേരളം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിൽ ദുരന്ത ഭൂമിയായ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ഒന്നാകെ എന്നതാണ് നമുക്ക് ഇത്തരം കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അസിത, തീർച്ചയായും വയനാട് ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത്തരം സഹായങ്ങൾ അതിന് അടിവരയിടുക കൂടി ചെയ്യുകയാണ്. സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകിയത്.